സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായ ദൈവമേ സ്തുതി. നിന്നെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ കർത്താവേ, ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യം കൊണ്ട് അവിടെ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, സേവ്യാസംഘ ദിനമായി ഇന്ന് കൊണ്ടാടുമ്പോൾ കർത്താവെ, സ്ത്രീകൾ ജനങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ച് ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ ഇന്നത്തെ ദിവസത്തോടെ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ക്രിസ്തീയ കീർത്തനങ്ങളിൽ 31-ാമത്തെ ഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തീയ കീർത്തനങ്ങൾ സോങ് നമ്പർ 31. സമാരിയുണ്ടാകും ആനന്ദവാഗ്ദത്തമേ, മേൽ നിന്നോ രക്ഷകൻ നൽകും ആശ്വാസകാരങ്ങളെ. ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി, വന്മഴ താ ദൈവമേ. സമാരിയുണ്ടാകും വീണ്ടും നല്ലുണവുണ്ടാകുന്നോ പള്ളങ്ങളിന്മേലും വന്മഴയിൻ സ്വരം ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി, വന്മഴ താ ദൈവമേ. ഇന്ന് മാർത്തോമാ സഭ സുവിശേഷ സേവികാ സംഘ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാകുന്നു. ഇന്ന് വെർച്വലായിട്ട് ആരാധനയിൽ സേവികാ സംഘ അംഗങ്ങൾ നേതൃത്വം നൽകുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ പങ്കുചേരും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. വന്നവനും വരുവായിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. മശിഹാ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവസൃഷ്ടികളുടെ നാഥനായ ദൈവമേ, നീ അനാദിയായി ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകിയാൽ നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തകളെ സ്നേഹിക്കുവാനും കരുതുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ദൈവമേ, ദൈവരാജ്യത്തിന്റെ നിർമ്മിതിയിൽ സഭയിലൂടെ ഭാഗവാക്കാക്കുവാൻ കഴിഞ്ഞ 101 വർഷം ഞങ്ങളെ സഹായിച്ചതിനാൽ നിനക്ക് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു. ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിരന്തര സാന്നിധ്യത്താൽ ഞങ്ങളെ പുതുക്കുന്നതിനാൽ നിനക്ക് ഞങ്ങൾ സ്തുതി കരയേറ്റുന്നു. സേവ്യാസംഘത്തിന്റെ ആരാധന തിരുനാമഹത്വത്തിനായി ഭവിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥന. ദൈവത്തിന്റെ ഹന്യാങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. സങ്കീർത്തനം 51:17. ദൈവമേ കരുണ തോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് വൃദ്ധവാക്യമായി പറയണം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. പുറപ്പാട് 25:8. കൃപാലുവായ ദൈവമേ, സാമൂഹിക നിർമ്മിതിയിൽ നിനക്ക് വിശുദ്ധ മന്ദിരങ്ങളായി തീരേണ്ട ഞങ്ങൾ ഞങ്ങളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും മറന്ന് ജീവിച്ചു പോയ കുറവിനെ ദൈവമേ കരുണ തോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്ത്രീകൾ ദൈവരാജ ശുശ്രൂഷയിൽ തുല്യ പങ്കാളികൾ എന്നറിഞ്ഞിട്ടും പോരായ്മകൾ നിരത്തി പ്രവർത്തനങ്ങളിൽ നിന്നും അകലം പാലിച്ചതും ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തെ നിരസിച്ച് പ്രബോധനങ്ങളെ മനസ്സോടെ സ്വീകരിക്കാതിരുന്നതുമായ കുറവിനെ ദൈവമേ കരുണ തോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. 1 കൊരിന്ത്യർ 9:22. സ്ത്രീകൾ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കേണ്ടവർ എന്നറിഞ്ഞിട്ടും ബലഹീനരെ കരുതുവാനും രോഗികൾക്ക് ആശ്വാസമാകുവാനും പീഡിതരെ വിടുവിക്കാനും സാധ്യമാകാതെ സ്വന്തം ഉയർച്ചയ്ക്കും നന്മയ്ക്കുമായി പ്രയത്നിച്ച കുറവുകളെ ദൈവമേ കരുണ തോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രാർത്ഥന. യഹോവയെ സ്തുതിപ്പിൻ. ഞാൻ നേരിലവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. സങ്കീർത്തനം 111:1 വാക്യം. ഓരോ പ്രാർത്ഥനകളും പിന്നാലെ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും എന്ന പ്രതിഗാനമായി പാടണം. ആഗോള ക്രൈസ്തവ സഭയ്ക്കായും പ്രത്യേകിച്ച് ഞങ്ങളുടെ വിശ്വാസ രൂപീകരണത്തിനും ആത്മീയ പരിപോഷണത്തിനും കാരണമായി തീർന്ന നിർമ്മല സുവിശേഷവും സത്യോപദേശവും നീതിബോധം ധാർമ്മികത തുടങ്ങിയ മൂല്യങ്ങളും ഞങ്ങളിൽ സംവേദിപ്പിച്ച മലങ്കര മാർത്തോമ്മ സുറിയാനി സഭയ്ക്കായും നേതൃത്വം നൽകുന്ന അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ്മ മെത്രാപ്പൊലീത്ത തിരുമേനി, വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, സഹൃദൻ മെത്രാപ്പൊലീത്ത തിരുമേനി, എപ്പിസ്കോപ്പ തിരുമേനിമാർ, പട്ടക്കാർ, സുശേഷകർ, സൺഡേ സ്കൂൾ അധ്യാപകർ, മാതാപിതാക്കൾ എന്നിവർക്കായും സഭയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ വെളിച്ചത്തിനായും ദൈവമേ സുവിശേഷ ഘോഷണത്തിലൂടെ പരിവർത്തനത്തിന്റെ വക്താക്കളാകുവാൻ മാർത്തോമാ സുവിശേഷ സേവികാ സംഘമായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിസ്വാർത്ഥമായി കഠിനാധ്വാനം ചെയ്ത ഞങ്ങളുടെ പൂർവ്വ മാതാക്കൾക്കായും ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ
തങ്ങളാൽ ആവോളം മാറ്റത്തിൻ്റെ ചാലക ശക്തികളായി ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ശ്രേഷ്ഠ വനിതകൾക്കായും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന് ആശ്വാസമായി സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കുന്ന ആതുര ശുശ്രൂഷകർ, നിയമപാലകർ, രാജ്യസുരക്ഷിതത്വത്തിനായി പ്രവർത്തിക്കുന്നവർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരിലൂടെ പ്രത്യേക സാമൂഹിക നിർമ്മിതിക്കായി പ്രവർത്തിക്കുന്ന എല്ലാ വനിതകളെയും ഞങ്ങൾക്ക് ലഭ്യമാക്കുന്ന ദൈവസ്നേഹത്തിനും കരുണയ്ക്കും ആശ്വാസത്തിനുമായി ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥന. സങ്കീർത്തനം 74:2. നീ പണ്ടുപണ്ടേ സമ്പാദിച്ചു നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശഗോത്രത്തെയും നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രതിവാക്യമായി പറയണം. മനുഷ്യരെ നിർമ്മിച്ച് ജീവശ്വാസം നൽകി ദൈവമേ, പരസ്പര ബഹുമാനത്തോടും കരുതലോടും പ്രവർത്തിക്കുവാനും വ്യത്യസ്തതകളെ അംഗീകരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിനായി പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീ ശാക്തീകരണ സംഘടനകൾക്കായും പ്രത്യേകിച്ച് മലങ്കര മാർത്തോമാ സുവിശേഷ സേവികാ സംഘത്തിനായും പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനി, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സേവനിമാർ, ഓഫീസ് സ്റ്റാഫ്, ഭദ്രാസന സെന്റർ, സോൺ ശാഖ ചുമതലക്കാർ, സംഘാംഗങ്ങൾ എന്നിവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, മാർത്തോമാ സുവിശേഷ സേവികാ സംഘത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ അംഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംഘത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളായ വനിതാ മന്ദിരം, ശാലീം ഭവനം, ബാലികാ ഭവൻ, സ്നേഹതീരം, ആഫേഹവും, സ്ത്രീജന വികസന സമിതി, നേഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂൾ, KG ആൻഡ് UP സ്കൂൾ, ആശ്രമങ്ങൾ, ഹോസ്റ്റലുകൾ, നഴ്സറി സ്കൂൾ, വിശ്രാന്തി ഭവൻ, അണക്കര, മുക്കുതല, നിലമ്പൂർ, നെടുവാലൂർ എന്നീ മിഷൻ ഫീൽഡുകൾ കേന്ദ്രമാക്കി നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ, തയ്യൽശാല, വനിതാബോധിനി, കുടുംബജ്യോതി ഇവയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പീഡനങ്ങളിലും ചൂഷണങ്ങളിലും അകപ്പെടുന്ന കുട്ടികൾ, സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾ, രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ചികിത്സ ലഭ്യമാകാത്തവർ, സാമ്പത്തിക ഭാരത്താൽ വലയുന്നവർ, ഭിന്നലിംഗക്കാർ, വയോവൃദ്ധർ, ഏകാകികൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർ, അനാഥർ എന്നിവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. COVID-19 പ്രതിസന്ധിയിലായിരിക്കുന്ന മനുഷ്യരാശിയെ മുഴുവനായും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവരുടെ സൗഖ്യത്തിനായി അപേക്ഷിക്കാം. രോഗവ്യാപനം തടയുന്നതിനായി നടത്തുന്ന പരിശ്രമങ്ങളുടെ വിജയത്തിനായും ആരോഗ്യ പ്രവർത്തകർക്കായും പ്രാർത്ഥിക്കാം. പ്രകൃതിക്ഷോഭങ്ങൾ മൂലവും കാലാവസ്ഥയുടെ കെടുതികൾ മൂലവും ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മനസ്സലിവുള്ള ദൈവമേ, അനിതാപഹൃദയത്തോട് നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം നൽകി സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യനായ ദൈവമേ, ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി, ലോകത്തിന്റെ സാന്ത്വനത്തിനായി, സമൂഹത്തിന്റെ മാറ്റത്തിനായി, സഭയുടെ വളർച്ചയ്ക്കായി സേവ്യാ സംഘങ്ങളായ ഞങ്ങളെ സമർപ്പിക്കുന്നു. അർപ്പണബോധത്തോടും പരസ്പര ബഹുമാനത്തോടും ക്രൈസ്തവ സാക്ഷ്യ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. കാൽവരി ക്രൂശിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ചാലക ശക്തികളായി മാറുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പ്രകാശമായി ജ്യോതിഷ്കളെ പോലെ പ്രകാശിക്കുവാനും ഞങ്ങളെ സമർപ്പിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കണമേ. ആമീൻ. സേവ്യാസംഗ ദിനമായി കൊണ്ടാടുന്ന ഈ ദിവസത്തെ ഒന്നാം പാഠമായി തിരഞ്ഞെടുത്ത വേദഭാഗം സംഖ്യാപുസ്തകം 27 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 27 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യോസേഫിന്റെ മകനായ മനശ്ശയുടെ കുടുംബങ്ങളിൽ മനശ്ശയുടെ മകനായ മാക്കീരിന്റെ മകനായ ഗിലെയാദിന്റെ മകൻ ഹേബറിന്റെ മകനായ സെലോഫഹാദിന്റെ പുത്രിമാർ അടുത്തു വന്നു. അവന്റെ പുത്രിമാർ മഗ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശയുടെയും എലയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുൻപാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ ഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരകിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രയും മരിച്ചത്. അവന് പുത്രന്മാരുണ്ടായിരുന്നതുമില്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായതുകൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരവകാശം തരണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് ഒരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മകൾക്ക് കൊടുക്കണം. അവന് മകൾ ഇല്ലാതെ ഇരുന്നാൽ അവന്റെ അവകാശം അവന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന്റെ സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ അപ്പന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന്റെ അപ്പന് സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ നിങ്ങൾ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരന് അവന്റെ അവകാശം കൊടുക്കണം. അവൻ അത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ആയിരിക്കണം. ഇങ്ങനെയോടെ ഒന്നാം പാഠം അവസാനിച്ചു. प्रेरितों के काम 16 अध्याय 11 से लेकर 15 तक. सेकेंड चैप्टर एक्ट्स 16:11 to 15. सो त्रुआस से जहाज खोलकर हम सीधे सुमत्रा के और दूसरे दिन नियापुलिस में आए. वहां से हम फिलिपीस में पहुंचे, जो मकदुनिया प्रांत का मुख्य नगर और रोमियो की बस्ती है, और हम उस नगर में कुछ दिन रहे. सप्त के दिन हम नगर के फाटक के बाहर नदी के किनारे ये समझकर गए कि हम वहाँ प्रार्थना करने का स्थान होगा, और बैठकर उन स्त्रियों से जो इकट्ठी हुई थी बातें करने लगे. और लुदिया नाम तिरा नगर की बैजनी कपड़े बेचने वाली एक भक्त स्त्री सुनती थी, और प्रभु ने उसका मन खोला ताकि पौलुस की बातों पर चित्त लगाए. और जब उसने अपने घराने समेत बपतिस्मा लिया तो उसने विनती की कि यदि तुम मुझे प्रभु की विश्वासनी समझते हैं तो चलकर मेरे घर में रहो, और वह हमें मना कर ले गई. यहाँ दूसरा पाठ समाप्त होता है. സർവസൃഷ്ടികളുടെ നാഥനായ ദൈവമേ, ധൂപം പ്രാർത്ഥന സ്വീകരിക്കാം. നിനവോർയാചന അതുപോലെ ശുശ്രൂഷ കൈക്കൊള്ളുക. കടലിൽ അരുളിയിടുക.
മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ യേശു മശിഹായേ, ഞങ്ങളുടെ അനുഗ്രഹം ചൊരിയണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രനും മകനുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സകലമനുഷ്യരെയും ജീവൻ രക്ഷിക്കും വേണ്ടി വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ജഡം ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധ തൃത്വത്തിലൊരുവനും തന്റെ പിതാവിനോടും ജീവനുള്ള തന്റെ വിസ്തൃതായോടും കൂടെ തുല്യമായി ബന്ധിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെ മേൽ കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഹലോ ഹലോ ഭാഗ്യവാൻ ചൊല്ലി
തന്നെ മറ്റൊരുവൻ ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസനയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലിഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. സ്ലീഹന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നമ്മുടെ സഹോദരിയും സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാമണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്ക് വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്കിലാവെയും വന്ദനം ചെയ്യുവേൻ. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവേൻ. ആസിയയിൽ ക്രിസ്തുവിന് ആദ്യഫലമായി എനിക്ക് പ്രിയനായ എപ്പൈനോത്തോസിനെ വന്ദനം ചൊല്ലുവേൻ. നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയുടെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ നല്ലവരങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങൾ എല്ലായ്പ്പോഴും യോഗ്യതരായി തീരുകയും ചെയ്യണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവനും വരുമായിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി ജനയിച്ച പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്നവൻ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടു. എങ്കിലും നീ എന്ത് ചോദിക്കുന്നു?
അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ആ മനുഷ്യനെ വന്ന് കാണുവിൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സുവിശേഷ വെളിച്ചം സകലർക്കും ശോഭിച്ചിടുവാൻ വന്നവനായ മഹിമയും രക്ഷകാ, പാപികളാം ഞങ്ങൾ അന്ധത നീങ്ങി ശോഭിപ്പാൻ ഈ സുവിശേഷം മനോഹരമാക്കിയിടുക. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണം. സ്തുതിയും സ്തോത്രവും ദേശം മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ശ്രേഷ്ഠമായിരിക്കുന്ന മഹാവിശ്വസ്തലത്താവ് ദൃശ്യമായിരിക്കുന്ന മഹാ വ്യവസ്ഥ നിമിത്തവും നിരന്തരമായുള്ളവനും മുടങ്ങാം മുൻമടങ്ങായ സ്ഥിതികളാൽ വിസ്മയത്തോടെ പുകഴ്ത്തപ്പെടുന്നവനും പരിശോധിക്കപ്പെടുവാൻ പാടില്ലാത്ത പ്രകാരം സത്യദൈവമെന്ന പ്രയത്നപരമായി 3 ക്രമങ്ങളിൽ അറിയപ്പെടുന്നവൻ ഏകത്വമായി വിശ്വസിക്കുന്ന ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തെ നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ മായ്ച്ചില്ലാതെയാക്കുന്നവനുമായ കർത്താവേ, സംഖ്യയില്ലാതവണ്ണം പെരുപ്പും വലിപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസികളായ നിന്റെ സർവജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ചു നല്ലവനേതേതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും കശീഷന്മാരെയും സുവിശേഷകരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹദേഹി ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും നിന്റെ കാരണത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് പാവരിഹാരവും പാവരിഹാരകനുമാകുന്നുവല്ലോ. സമാധാനത്തിന് മക്കൾക്കുള്ള നല്ല അവസാനത്തിന് ക്രിസ്തീയ പൂർണ്ണതയ്ക്ക് ഞങ്ങളെ യോഗ്യതരാക്കണമേ. സ്തുതിയും സ്തോത്രം നിനക്ക് ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. അവർണ്ണനീയനും അറുതിയില്ലാത്തവനും അദൃശ്യനും സങ്കല്പിക്കപ്പെടുവാൻ പാടില്ലാത്തവനും സാക്ഷാത്തായ ജീവനും സകലത്തിന്റെ ആരംഭവും പ്രകാശത്തിന്റെ പ്രകാശവുമായി സർവസൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്ന സ്വഭാവത്തിൽ നല്ലവനും യഥാർത്ഥത്തിൽ ദൈവമായിരിക്കുന്നവനുമായ ദൈവമേ, നിന്റെ സ്നേഹം നിന്നെ ഞങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരികയും ഞങ്ങൾക്ക് വേണ്ടി യാഗവും പരിഹാരവുമായി പിതാവായ ദൈവത്തിന് തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്തു. നിന്റെ വിശുദ്ധ സന്നിധിയിൽ വെടിപ്പോടും ആചാര്യ സേവ ചെയ്യുവാനും വന്ധ്യങ്ങളും ജീവനുണ്ടാക്കുന്നതുമായ നിന്റെ പിതാവാത്തിന് യാഗമായി ഞങ്ങളുടെ ശരീരദേഹികളെ സമർപ്പിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇത് ഹേതുവായിട്ട് ദൈവമായ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നെന്നാൽ ജ്ഞാനവും തിരിച്ചറിവും വിവേകവും ധീരതയും ആലോചന ശക്തിയും ദൈവഭക്തിയും ഞങ്ങളിൽ ഉണർത്തി രക്ഷയുടെ അനുഭവം പുത്രസ്വീകാരത്തിന്റെ പദവിയും ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നതുമായ ജീവനും വിശുദ്ധിയുമുള്ള നിന്റെ രൂഹായി ഞങ്ങൾ ഇപ്പോഴും പൂർണ്ണമാക്കപ്പെടുന്ന ഈ കുർബാനയെ ശുദ്ധീകരിക്കണമേ.
നിന്റെ വിശുദ്ധ റൂഹ ഞങ്ങളുടെ ആത്മാക്കളുടെ ശരീരങ്ങളിലും വരുന്നത് ഞങ്ങൾ ആവസിക്കുകയും ശരീരങ്ങളുടെ ഹൃദയങ്ങളെയും പാവകാര്യങ്ങൾ നിർമ്മലമാക്കുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധ സ്ത്രീഹന്മാർക്ക് നീ കൊടുക്കുകയും എന്റെ സമാധാനങ്ങൾക്ക് വെച്ചിരിക്കുന്ന നല്ല ചെയ്യുകയും ചെയ്തിട്ടുള്ള പൂർണ്ണ ദൈവികമായ സമാധാനങ്ങളെ വിനയമുള്ള ആത്മാടെ യോഗ്യതരാക്കി തീർക്കണമേ. ഈ നിത്യസമാധാനം ഞങ്ങളുടെ ആത്മാക്കൾ നിന്റെ വിശുദ്ധ സഭ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സർവശക്തനായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ക്രോപന്മാരോടും സ്നാപന്മാരോടും സകല സൈന്യങ്ങളോടും കൂടെ വേഗത്തോടെ വരുവാൻ ഞങ്ങളെ യോഗ്യതരാക്കണമേ. സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റുന്നു. ഓശോ വബുകുൽ സുബ്ഹാനൽ മിൻ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും ഭാവികളുമായ നാം ആമേൻ എന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ ആകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ആകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധൻ ആകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു. നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മാന്ത്രമായവനും മനുഷ്യരായ ഞങ്ങൾ രക്ഷിക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വിശുദ്ധ രൂപയാൽ കന്യമറിയാമൻ ജഡം ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവിധ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിധിപ്പാൻ തന്റെ മഹാപ്രഭാതത്തോടെ ഇനി വരുവാനിരിക്കുന്നതിനുമായ യേശുമശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിന്മാരും സ്ത്രീകാന്മാരും മാത്രം സംസാരിച്ചവരുമായ ജീവനും രക്ഷയുള്ളവരും കാതോലികവും അപ്പോസ്തലികവുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നുമാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ എഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്നവരുടെ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. പാറയ്ക്കുമോർ സ്തോമൻ കാലോ ഈ ആഴ്ചകളിൽ ജന്മദിനം ആഘോഷിക്കുന്നവരുടെ പേരുകൾ അറിയിക്കുന്നു. 13th സെപ്റ്റംബർ റോബിൻ ജേക്കബ് ഹുഡുക്കോ. 14th സെപ്റ്റംബർ ആനി പി ജോൺ ഹുഡുക്കോ. ഡിസ്നി റജി രൂപബന്ധ സെക്ടർ. റേച്ചൽ ലയണൽ സുന്ദർ നഗർ. 15th സെപ്റ്റംബർ കുഞ്ഞമ്മ ഉമ്മൻ ഹുഡുക്കോ. കെ ബേബി ഹുഡുക്കോ. അന്നമ്മ എബ്രഹാം ഹുഡുക്കോ. റീന സുനിൽ റിസാലി. 16th സെപ്റ്റംബർ ജോഷുവ സിബി ജോസഫ് ബോർസി. 17th സെപ്റ്റംബർ നിർമ്മല റിച്ചാർഡ് നെഹ്റു നഗർ.
18 September, Sunny Matthew, Durg. Eliama Cherian, Sector 5. Jaya Shaji, Rasali. 19 September, Ebin Binu Matthew, Borsi. Rebecca Robin Jacob, Hudko. ഈ ആഴ്ചകളിൽ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന 14th September, MG Joseph and Mariamma, Sector 4. 15th September, Thomas Chaco and Asha Rasali. Dr. Vijay and Dr. Anjali Rajanandagaon. AP Johnson and Manu Rasali. KP Varghese and Lali Rasali. 16th September, Shaji Samuel and Shiny, Sector 5. 17th September, Suresh and Deepa, Hudko. ഈ ആഴ്ചകളിൽ ജന്മദിനം വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ജന്മദിന വിവാഹവാർഷിക ആശംസ അറിയിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിനായും വഴിനടത്തിപ്പിനായും ദൈവമേ സ്തുതി. കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ആയുസ്സിനായും ആരോഗ്യത്തിനായും ഞങ്ങളെ ദിനംതോറും ഇവിടുന്ന് പരിപാലിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഇന്ന് ഈ ആഴ്ചകളിൽ ജന്മദിനം ആഘോഷിക്കുന്ന വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ശക്തമായി കർത്താവിന്റെ കൃപയും കരുണയും കാവലിടുന്ന് കൂടെ ഉണ്ടായിരുന്നതിനായി സ്തുതിക്കുന്നു. അവർ അനുഭവിക്കുന്ന പുതിയ വർഷം കർത്താവെ ഏറ്റവും അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ നന്മ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രാഴ്ച ഗീതത്തിനായി നന്ദി എന്ന് സൊല്ലുകിറോ നാഥ എന്ന തമിഴ് ഗാനം പാടുന്നതാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന അർത്ഥമുള്ള നന്ദി എന്ന് സൊല്ലുകിറോ നാഥ. நன்றி என்று சொல்லுகிறோம் நாதா, நாவாலே துதிக்கிறோம் நாதா. நன்றி என்று சொல்லுகிறோம் நாதா, நாவாலே துதிக்கிறோம் நாதா. நன்றி இயேசு ராஜா, நன்றி இயேசு ராஜா, நன்றி ராஜா, நன்றி இயேசு ராஜா. கடந்த நாளில் காத்தீரே நன்றி ராஜா, கடந்த நாளில் காத்தீரே நன்றி ராஜா. புதிய நாளை தந்தீரே நன்றி ராஜா, புதிய நாளை தந்தீரே நன்றி ராஜா. நன்றி என்று சொல்லுகிறோம் நாதா, நாவாலே துதிக்கிறோம் நாதா. நன்றி என்று சொல்லுகிறோம் நாதா, நாவாலே துதிக்கிறோம் நாதா. நன்றி இயேசு ராஜா, நன்றி இயேசு ராஜா, நன்றி இயேசு ராஜா, நன்றி இயேசு ராஜா. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്ക് ദാനങ്ങൾക്കുമായ ദൈവമേ സ്തുതി.
അവിടെ ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നടത്തിപ്പിനുമായ ദൈവമേ സ്തുതി. ഞങ്ങൾക്കും ഞങ്ങൾക്കുള്ളവയെല്ലാം അവിടുത്തെ ദാനമാകുന്നല്ലോ. നിന്റെ കൃപയാലൊന്ന് പരിപാലിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായും സുവിശേഷ സേവ്യാ സംഘത്തിനുമായി ദൈവമേ സ്തുതിക്കുന്നു. പ്രവർത്തനങ്ങളെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. സേവ്യാ സംഘത്തിന്റെ ദിനമായ ഈ ദിവസം ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് നീതുവിനെ ക്ഷണിച്ചു. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛൻ, പല ദൃശ്യമാധ്യമങ്ങളിലൂടെ എന്നെ ശ്രവിക്കുന്ന കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് മാർത്തോമ സഭയായി സേവിക സംഘദിനമായി ലോകമെമ്പാടും ആചരിക്കുന്ന ദിനമാണ്. സഭയുടെ സുവിശേഷ പ്രേക്ഷിത വൃത്തിയിൽ സ്ത്രീകളും പങ്കുകാരാവണം എന്ന ഉദ്ദേശത്തോടുകൂടി 1919 സ്ഥാപിതമായ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് സേവികാ സംഘം. സ്ത്രീകളുടെ നൈസർഗികമായ കഴിവുകൾ സഭയുടെ പരിപോഷണത്തിനും സാക്ഷ്യത്തിനുമായി ഉപയോഗിക്കുവാൻ അഭിവന്യ എബ്രഹാം മാർത്തോമ മെത്രാപ്പോലിത്ത ആരംഭിച്ച പ്രവർത്തനങ്ങൾ സ്ത്രീകൾക്കായി പ്രത്യേക സംഘടന രൂപീകരിക്കുന്നതിന് ഫെബ്രുവരിയിൽ നടന്ന മാരാമൺ കൺവെൻഷനിലൂടെ സാധ്യമായി. 18 വയസ്സിന് മേൽ പ്രായമുള്ള മാർത്തോമ സഭയിലെ എല്ലാ സ്ത്രീകളും ഇതിൽ അംഗങ്ങൾ ആണ്. മിഷൻ ഫീൽഡുകളിലെ സുവിശേഷ പ്രവർത്തനം, ആശ്രമങ്ങൾ, വിശ്രാന്തി ഭവൻ, വനിതാ മന്ദിരം, പഠന കേന്ദ്രങ്ങൾ ഇവ കൂടാതെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അനാഥ കുഞ്ഞുങ്ങൾക്കായി ശാലേം ഭവൻ, ബാലികാ ഭവൻ, ഹാഫ് വേ ഹോം, വനിതാ ഹോസ്റ്റലുകൾ, സ്കൂളുകൾ, കൗൺസിലിംഗ് പ്രവർത്തനങ്ങൾ, സ്ത്രീജന വികസന സമിതി പ്രവർത്തനങ്ങളും നടത്തപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾ സേവികാ സംഘ പ്രസിദ്ധീകരണമായ വനിതാ ബോധിനിയുടെയും സേവികാ സംഘ ഓഫീസിലൂടെയും ലഭ്യമാണ്. 101 വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്ത്രീജനങ്ങളുടെ പ്രവർത്തനം സ്വഭവനത്തിൽ മാത്രമല്ല, സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയ രംഗങ്ങളിലും പരിവർത്തനം വരുത്തുവാൻ, അതിലൂടെ അനേക ജീവിതങ്ങൾക്ക് രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുവാനും സേവിയാ സംഘത്തിന്റെ പ്രവർത്തനം മൂലം ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം സ്ത്രീകൾ മാറ്റത്തിന് വഴിയൊരുക്കുന്നവർ, വിമൻ ആസ് ചേഞ്ച് മേക്കേഴ്സ് എന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം സാധാരണക്കാരായ സ്ത്രീകളെ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നന്മയുടെ മാറ്റത്തിന് വഴിതെളിച്ചവരായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ സമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ ദെബോരയെക്കുറിച്ചാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ സുഖസ്പിതാവേ, ദൈവമേ വിശുദ്ധ ദിവസം രാവിലെ അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ദേവാലയത്തിലായിട്ട് പന്തനർപ്പിക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് മാർത്തോമ സഭയായി സേവിയാ സംഘമായി കൊണ്ടാടുകയാണല്ലോ. കർത്താവെ, അടിയൻ വചനവുമായി നിൽക്കുന്നു. കർത്താവെ, അടിയൻ്റെ വചനം കർത്താവെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയൻ്റെ വായിലെ വചനങ്ങളും അങ്ങയുടെ ഹൃദയത്തിലെ ജ്ഞാനവും എല്ലാവർക്കും പ്രസാദകരമായി തീരണമേ. ആമേൻ. ദെബോറ. ദെബോറ എന്ന വാക്കിന്റെ അർത്ഥം തേനീച്ച അഥവാ ഹണി ബി എന്നാണ്. എഫ്രൈം ഗോത്രക്കാരനായ ലെപ്പീദോത്തിന്റെ ഭാര്യയായിട്ടാണ് ദെബോറയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രീ മൊണാർക്കി കാലഘട്ടത്തിൽ ന്യായപാലനം ചെയ്ത ഏക വനിതാ പ്രവാചകിയായിരുന്നു ദെബോറ. ദെബോറയുടെ പ്രവാചക ശബ്ദം കേട്ട് ബാരാക്കും സൈന്യവും അവന്റെ സൈന്യരഥങ്ങളും ഒരുത്തരും ശേഷിക്കാത്ത വിധം വാളിന്റെ വായ്ത്തലയാൽ വീഴ്ത്തി. ഇങ്ങനെ ദൈവം കനാന രാജാവായ യാബീനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കി. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ തന്നെ അതിപ്രധാനമായ ഒരു വഴിത്തിരിവിന് അങ്ങനെ ദെബോറയും കാരണമായി. വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന സ്ത്രീ പ്രവാചകിയും ഒരേ ഒരു സ്ത്രീ ന്യായാധിപയും ലേഡി ജഡ്ജുമായ ദെബോറയിൽ വിളങ്ങിയ നമുക്കും മാതൃകയാക്കാവുന്ന ഗുണങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവവചനം വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവൾ.
trust in God and respecting the order of God. ദൈവവചനം വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവൾ. ഇസ്രായേൽ മക്കൾ കഠിനമായ 20 വർഷക്കാലം ഹാസോരിൽ വാണ കനാനി രാജാവായ യാബീന്റെ അടിമത്തത്തിലായിരുന്നു. യാബീന്റെ സേനാപതി സീസരെ അവരെ കഠിനമായി ഞെരുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ആ സമയത്താണ് 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് ദെബോറയെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നത്. ദെബോറ എന്ന പ്രവാചകയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവജനമായ ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായി ദൈവം എഴുന്നേൽപ്പിച്ച ഒരു സ്ത്രീയായിരുന്നു ദെബോറ. യഹോവ അതിനുവേണ്ടി അവളെ ഉപയോഗിച്ചതിന് കാരണം യഹോവയുടെ വാക്ക് കേട്ട് അനുസരിക്കുന്നവൾ ആയതുകൊണ്ടായിരുന്നു. ഇന്ന് നാം അധിവസിക്കുന്ന ഈ സമൂഹത്തിൽ ധാരാളം പ്രവാചക ശബ്ദങ്ങൾ കേൾക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് പലപ്പോഴും വ്യാജമായിട്ടുള്ളതും ദൈവത്തിന് പോലും അറിയുവാൻ സാധിക്കാത്ത സംഗതികളും ആയിരിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവമായ യഹോവയാണ് നിന്നോട് കൽപ്പിക്കുന്നതെന്ന് ബാരാക്കിനോട് ദെബോറ പറയുമ്പോൾ ബാരാക്ക് അത് പൂർണ്ണമായും അനുസരിക്കുന്നു. ആ പ്രവാചക ശബ്ദത്തിൽ തന്നെ ദെബോറയ്ക്ക് ദൈവത്തിലുള്ള വിശ്വാസവും അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ശത്രുക്കളുടെ മേലുള്ള വിജയം ഉറപ്പാണെന്നും ഇതിൽ നിന്ന് വിശ്വസിക്കുന്നു. ദെബോറയുടെ ജീവിത ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചത് യഹോവയിലുള്ള വിശ്വാസവും അത് പരിപൂർണമായി ബഹുമാനിച്ചതിൻ്റെയും അനുഭവത്തിലുമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവകൽപ്പനകളെയും സാത്താന്യ കൽപ്പനകളെയും തിരിച്ചറിയുവാനും ദൈവശബ്ദത്തിന് കാതോർത്ത് ശരിയും തെറ്റും ഏതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും സാധിക്കണം. രണ്ടാമതായി, വിവേകത്തോടും വിജ്ഞാനത്തോടും ന്യായപാലനം ചെയ്തവൾ. സെർവ്ഡ് വിത്ത് വിസ്ഡം ആൻഡ് നോളജ്. വിവേകത്തോടും വിജ്ഞാനത്തോടും ന്യായപാലനം ചെയ്തവൾ. ഒരു പ്രവാചക എന്ന നിലയിൽ പ്രവർത്തിക്കാൻ വിജ്ഞാനവും വിവേകവും ആവശ്യമാണ്. സീസരെയും സൈന്യത്തെയും വധിക്കുവാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ബാരാക്കിനോടൊപ്പം ദെബോറയും വരണമെന്ന് 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്നു. ഇവിടെ ദെബോറ ബുദ്ധിപരമായിട്ടാണ് പ്രതികരിക്കുന്നത്. 9-ാം വാക്യത്തിൽ പറയുന്നത്, ദെബോറ കൂടെ വരികയാണെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ബാരാക്കിനോട് പറഞ്ഞു മനസ്സിലാക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രവാചകിയുടെ ദൗത്യം എന്ന് ദെബോറ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരുന്നു. ഇന്ന് ഈ സമൂഹത്തിൽ വിവേകമില്ലായ്മ പല അപകടങ്ങൾക്കും കാരണമാകുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തെക്കുറിച്ചുള്ള അറിവുകളിലൂടെ മാത്രമേ വിവേകം നമുക്ക് ലഭിക്കുകയുള്ളൂ. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ശലോമോൻ രാജാവിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് തൻ്റെ ജനത്തിന് ഹൃദയം ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരയണമേ. വിവേകത്തിനു വേണ്ടി ശലോമോൻ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ 1 രാജാക്കന്മാർ 3:12 ഇപ്രകാരം കാണുന്നു: ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുൻപ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകയില്ല. ചരിത്രം കണ്ടതിൽ വെച്ച് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ശലോമോൻ രാജാവിൻ്റെ കാലഘട്ടം സുവർണ നിമിഷങ്ങളായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിങ്ങളുടെ ആരാധന പോലും ബുദ്ധിയുള്ള ആരാധന ആയിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. ഭാര്യ ഭർതൃബന്ധത്തിലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിലും അയൽക്കാർ തമ്മിലുള്ള ബന്ധത്തിലും വിവേകവും വിജ്ഞാനവും നമുക്ക് ആവശ്യമാണ്. വേദപുസ്തകത്തിൽ സ്ത്രീകളെക്കുറിച്ച് പലയിടങ്ങളിലും പറയുന്നത് സാമർഥ്യമുള്ള സ്ത്രീയെന്നും വിവേകമുള്ള സ്ത്രീയെന്നും ജ്ഞാനമുള്ള സ്ത്രീയെന്നും പറയുന്നു. സദൃശ്യവാക്യത്തിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണമെന്നും എപ്രകാരമായിരിക്കണമെന്നും എപ്രകാരം ആയിരിക്കരുതെന്നും ശലോമോൻ നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, വിനയമുള്ളവളും താഴ്മയുള്ളവളും ആയിരുന്നു. ഹംബിൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ വിമൻ. വിനയമുള്ളവളും താഴ്മയുള്ളവളും ആയിരുന്നു.
ന്യായാധിപന്മാരുടെ പുസ്തകം 4-5 അധ്യായങ്ങളിലാണ് ദെബോറയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 5-ാം അധ്യായത്തിലെ 31 വാക്യങ്ങളും ദെബോറയുടെ കൃതജ്ഞതാ ഗീതങ്ങൾ ആയതിനാൽ ദെബോറയെ ഇവിടെ ഒരു കവയത്രിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഏത് മേഖലയിലും വിജയം നേടുന്നതിൽ ആഹ്ലാദിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദെബോറയുടെ ആഹ്ലാദം ഒരു താങ്ക്സ് ഗിവിംഗ് പ്രയറായിട്ടാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നത്. തനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ വിജയത്തിൻ്റെയും ക്രെഡിറ്റും യഹോവയായ ദൈവം ആണെന്ന് ഉറക്കെ പാടുകയാണ് അവൾ ചെയ്തത്. 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരു ലജ്ജയുമില്ലാതെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും അഭിസംബോധന ചെയ്തും കൊണ്ട് പരസ്യമായി ഇസ്രായേലിൽ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുന്നു. ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളിൽ ഭൂരിഭാഗവും സ്തോത്രാർപ്പണമാണ്. ധാരാളം പ്രതിസന്ധികളിലൂടെ മരണനിഴലിൻ താഴ്വരയിലും ദൈവം നടത്തിയ വിധങ്ങൾക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. 34-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് പറയുന്നു. 900 ഇരുമ്പ് രഥങ്ങളുമായി വന്ന യാബീൻ്റെ സേനാപതി സീസരയെ വധിക്കുക എന്നുള്ളത് യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളതും നിസ്സാര സംഗതി ആയിരുന്നില്ല. അപകടകരമായ നിലയിൽ ബാരാക്ക് പകച്ചു നിന്നപ്പോൾ ന്യായാധിപന്മാർ 4-14 ഇപ്രകാരം പറയുന്നു: അപ്പോൾ ദെബോറ ബാരാക്കിനോട്, പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ബാരാക്കിന് ശക്തി നൽകുവാൻ ദെബോറയെ പ്രേരിപ്പിച്ചത് യഹോവയിലുള്ള ആശ്രയത്വമാണ്. തൻ്റെ ഓരോ പ്രവചനത്തിലും ഓരോ ഇടപെടലുകളും ശക്തമായ ദൈവസാന്നിധ്യം ആയിരുന്നു. എന്നാൽ ഇതിലൊന്നിലും തന്നെ അഹങ്കരിച്ചതായോ മതിമറന്നതായിട്ടോ അല്ല 5-ാം അധ്യായത്തിലെ സ്തോത്രഗീതം. നമ്മുടെ ജീവിതത്തിലും പഠന മേഖലകളിലൊക്കെയും വിജയപരാജയങ്ങൾ മിശ്രിതമാണ്. വിജയങ്ങളിൽ മതിമറന്നു പോകാതെയും പരാജയങ്ങളിൽ നിരാശപ്പെട്ടു പോകാതെയും പൂർണ്ണമായും താഴ്മയോടും വിനയത്തോടുമുള്ള ജീവിതമാണ് ദെബോറ നമുക്ക് നൽകുന്ന പാഠം. വരാൻ പോകുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങളെ മുൻകൂട്ടി പറയുവാൻ സാധിക്കുന്നതാണ് പ്രവാചക ദൗത്യം. ദെബോറ പ്രവാചക എന്ന നിലയിലും ഒരു ന്യായാധിപ എന്ന നിലയിലും യഹോവ തന്ന താലന്തുകളും കഴിവും സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടും ഉപയോഗിച്ചു. ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ആലോചനകൾ അത് ശ്രവിക്കുവാനും ബഹുമാനിക്കുവാനും തിരിച്ചറിയുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മളെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്ന ശുശ്രൂഷ വിവേകത്തോടും വിജ്ഞാനത്തോടും കൂടെ മാത്രമേ നിവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാത്തിലും ഉപരി ദൈവനാമ മഹത്വത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ താഴ്മയോടെ നമുക്ക് ജീവിക്കാം. ദെബോറയിൽ വിളങ്ങിയ 3 ശ്രേഷ്ഠ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാനായിട്ട് ശ്രമിച്ചത്. ഒന്നാമതായി, ദൈവവചനം വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവൾ. ട്രസ്റ്റ് ഇൻ ഗോഡ്സ് വേർഡ് ആൻഡ് റെസ്പെക്ടിങ് ദി ഓർഡർ ഓഫ് ഗോഡ്. രണ്ടാമതായി, വിവേകത്തോടും വിജ്ഞാനത്തോടും ന്യായപാലനം ചെയ്തവൾ. സെർവ് വിത്ത് വിസ്ഡം ആൻഡ് നോളജ്. മൂന്നാമതായി, വിനയമുള്ളവളും താഴ്മയുള്ളവളും ആയിരുന്നു ദെബോറ. ഹംബിൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ വിമൻ. ഒരിക്കൽ കൂടെ ദൈവവചനമായി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽപ്പാൻ ശക്തിയേറിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ദെബോറയുടെ നല്ല ജീവിതത്തിനായി ദൈവമേ സ്തുതിക്കുന്നു. നല്ല മാതൃകളെ പിൻപറ്റി ജീവിപ്പാൻ കർത്താവ് ഒന്ന് കൽപ്പിച്ചത് അനുസരിച്ച് ബഹുമാനത്തോടെ ജീവിക്കുകയും വിവേകത്തോടും വിജ്ഞാനത്തോടും കൂടി ശുശ്രൂഷ ചെയ്യുവാനും കർത്താവെ ഇതിലെല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വിനയമുള്ള ജീവിതം നയിക്കുന്നത് ഞങ്ങളെ കാണിച്ചു നൽകുന്നതിനായി ദൈവമേ സ്തുതിക്കുന്നു. സേവ്യ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും വഴി നിർത്തുകയും ചെയ്യണമേ. ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരോടും കരുണ തോന്നണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാണമേ. വിശുദ്ധ കുംഭസാരത്തിൻ്റെ കുദാശയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുറവുകളെയും നമ്മുടെ പാപങ്ങളെയും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാം ദൈവസന്നിധി നമുക്ക് മനഃപൂർവ്വമായി ഏറ്റുപറയാം. ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിങ്ങളായിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും ബലഹീനങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അനുതാപ ഹൃദയത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തിയുടെ പിതാവായ ദൈവമേ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ
വിശുദ്ധ കന്യാമറിയാം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകി മെശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടും. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മനത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയങ്ങളെങ്കിലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചുകൊള്ളും. ഞാൻ മുഴുവൻ എന്തെങ്കിലായിരിക്കാനും നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിക്കാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ, എൻ്റെ കണ്ണുകളെയും വ്യർത്ഥകാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ, എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തിയിൽ നിന്നും എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവന രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കരുണാസമ്പന്നായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതിയ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നിർത്തുകയും ചെയ്യുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിപ്പിൻ. സമാധാനത്തിന്റെ ദൈവവും നിരപ്പിന്റെ നാഥനുമായ കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്നും ഛേദിക്കപ്പെടാത്ത ശ്വാസത്താൽ വഞ്ചന കൂടാത്ത ചുംബനം മൂലം തമ്മിൽ തമ്മിൽ സ്വീകരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകി ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് നിന്റെ ഗോത്രം പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബകുൽ സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നിടമായ ഇരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമാകുന്ന സത്യ ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും
കർത്താവേ, മാലാകമാരോടും റാബേ മാലാകമാരുടെ കൂട്ടങ്ങളോടുകൂടെ സ്തുതിയുടെ ശബ്ദങ്ങൾ ഞങ്ങൾ ശബ്ദത്തിന് കാത്തു പാടി സ്തുതിക്കുന്നു. കോയേനാ ഓ മോറിനാ പരിശുദ്ധൻ 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 ഞങ്ങൾക്ക് വേണ്ടി മരണം ആസ്വദിപ്പാനും സന്ധ്യാസമയത്തുള്ള പെസഹായ പൂർത്തിയാക്കുവാനും തിരുവിഷ്ടമായപ്പോൾ തന്റെ തൃക്കരങ്ങളിൽ അപ്പം താനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെവിൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കലർത്തിയതായ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിന് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, രക്ഷാകരമായ നിന്റെ വരവിനെയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഞങ്ങൾ ഓർക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നീതിമാന്മാരുടെയും പാപികളെയും പരിശോധന കഴിക്കുന്നതിനായ വിസ്താരത്തിന്റെ ഭയങ്കരവും സംഭ്രമജനമായ നാളിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് ചെയ്യരുതേ. ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പ്രതിപകരം ചെയ്യുകയും അരുതേ. ഞങ്ങളുടെ തിന്മകളും അകൃത്യങ്ങളും ഹേതുവായി ദണ്ഡിപ്പിക്കപ്പെടുവാനും അതിവേദനപ്പെടുവാനും ഞങ്ങൾക്ക് സംഗതിയാകരുതേ. എന്നാലോ കർത്താവേ, ഇതേതോ നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. ഇത് ഹേതുവായിട്ട് നിന്റെ സഭയും ഇടവകയും നിന്നോട് നീമുക നിന്റെ പിതാവിനോടും സർവശക്തിയുടെ പിതാവാ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചുള്ളുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്തതേതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അപ്പൊ നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, സംബന്ധിക്കുന്ന എല്ലാവരുടെ ആത്മാക്കളെ ശരീരങ്ങളെ സകല മാലിന്യങ്ങൾ വെടിപ്പാക്കണമേ. അവരുടെ പാപങ്ങളെ മോചിച്ച് നിത്യജീവൻ അവരെ ആശിക്ക് തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിൻ പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി സ്തോത്രം സമർപ്പിച്ചുകൊള്ളുന്നു. ആമേൻ. കർത്താവേ, നാല് ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലീത്തായും ഇനി ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും
ഞങ്ങളുടെ പിതാക്കന്മാരായ ഗിവരഗീസ് മാർ തിയോഡോഷ്യോസ് അവർഗൻ മെത്രാപ്പൊലീത്തായെയും യാക്കീമാർ കോറിലോസ് ജോസഫ് മാർ ബർന്നബാസ് തോമസ് മാർ തീമോത്യോസ് ഐസക് മാർ ഫീലക്സിനോസ് ഏബ്രഹാം മാർ പൗലോസ് മാത്യോസ് മാർ മക്കാറിയോസ് ഇഗോറിയോസ് മാർ സ്തെഫാനോസ് തോമസ് മാർ തീതോസ് എന്നീ എപ്പീസ്കോപ്പാമാരെയും കശീശന്മാർ ശമാശന്മാർ മുതലായി പഠനത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടി കൂടാതെ വേല എന്നിവരാക്കി തീർക്കണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോട് കൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാമാദേശയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ വണക്കാൻ ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ, ലോക ജനത മുഴുവൻ മഹാമാരിയുടെ അടിമത്തത്തിലായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് വിടുതലും സമാധാന ആശ്വാസവും നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ പറയുവാനായിട്ടൊന്നുമില്ലല്ലോ. നടത്തിയ എല്ലാ വിധങ്ങൾക്കും കർത്താവെ, കരുണകൾക്കും കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ വന്നു പോയിരിക്കുന്ന കുറവുകൾ, നമ്മുടെ ബലഹീനതകളൊക്കെ കർത്താവെ ഞങ്ങൾ ക്ഷമിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, സഭയുടെ നേതൃത്വത്തിനായി എല്ലാ തിരുമേനിമാർക്കും വൈദികർക്കും സുവിശേഷകർക്കും വിശ്വാസ സമൂഹത്തിനു വേണ്ടിയും അൽമായ നേതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പലവിധമായ വിഷമ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങളാൽ അനുഭവപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും COVID-19 വളരെയധികമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാകുന്നല്ലോ. കർത്താവെ നീ കരുണ തോന്നണമേ. പ്രത്യേകിച്ച് കർത്താവെ ആതുര ശുശ്രൂഷയിലൊക്കെ ഈ ഭയത്തോടെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം, സമാധാനം, മനസ്സിന് നല്ല ബലവും നൽകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഛത്തീസ്ഗഡിലെ സെക്ടർ 9 ഹോസ്പിറ്റലിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് രോഗവ്യാപനം വളരെയധികമായി വരുമ്പോൾ കർത്താവെ ആതുര ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും കർത്താവെ ഇവിടുന്ന് രോഗത്തിൽ നിന്ന് വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടതായ പ്രിയപ്പെട്ട താക്കൂർ സാറിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ മകന് വലിയൊരു വിടുതലും സഹായം ലഭിക്കാൻ കൊണ്ട് സഹായിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സീന മോൾക്ക് വേണ്ടി കർത്താവെ കീമോതെറാപ്പിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ കൃപയിൽ നല്ല സൗഖ്യത അനുഭവിക്കാൻ തക്കോണം സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങൾ, പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം വിടുതൽ നൽകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് സേവ്യ സംഘ ദിനമായിട്ട് ആചരിക്കുമ്പോൾ സ്ത്രീകളുടെ സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെയും അവിടുത്തെ ശാക്തീകരണം അനുഭവിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. കർത്താവെ, നദബോരെ കുറിച്ച് കേൾപ്പിച്ചതിനാ ദൈവമേ സ്തുതിക്കുന്നു. ദൈവത്തിലുള്ളതായ വലിയ വിശ്വാസം, ദൈവത്തിന്റെ വാക്കുകളിലുള്ള വലിയ ബഹുമാനം, കർത്താവെ അതിലൂടെ അവൾക്ക് സമൂഹത്തിൽ പ്രവർത്തിപ്പാൻ, ശുശ്രൂഷ ചെയ്യുവാൻ വളരെ വിനയത്തോടും താഴ്മയോടെയും കർത്താവ് പ്രവർത്തിപ്പാൻ, കർത്താവിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണമുള്ളതായ ആ ദെബോരയുടെ നല്ല ജീവിതത്തെ കേൾപ്പിച്ചതിനാ ദൈവമേ സ്തുതി. ഞങ്ങളും കർത്താവെ നല്ല മാതൃകളെ പിൻപറ്റി ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായി, കുടുംബപരമായി, സമൂഹപരമായി, സഭയായി നമ്മളെല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തുന്നവനും ഞങ്ങളെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നവനുമായ പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അന്യായത്തിന്റെയും ദുഷ്ടതയുടെയും പാപത്തിന്റെയും സകലമായ ഞങ്ങളെ വെടിപ്പാക്കണമേ. പാപികളാ ഞങ്ങൾ തിരുസനെ കഴിക്കുന്ന ശുശ്രൂഷ കൈക്കൊള്ളണമേ. ശബ്ദത്തിൽ മനസ്സോടെ ഞങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു പറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷം ഞങ്ങളോട് ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷങ്ങൾ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയില്ലാത്തതും സ്വയംഭൂവായതും ആദ്യമില്ലാത്തതും അന്യമായിരിക്കുന്നതിൽ ഏകത്വമുള്ളതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാരോടും കൂടെ
എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ കരുണയാ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റുഹായും നമ്മോടുകൂടെ. കർത്താവ് തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ മുളയ്ക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നിൻകൽപ്പനയാൽ മരണം അധികാരം ചെയ്തു, നിന്നുയർപ്പാലതുമാഞ്ഞതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ
നന്നായി ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദത്തിൽ നിനക്ക് സ്തുതി പാടുവാൻ മണ്ണിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്നേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം വന്ദിനും സ്തുതിനുമാകുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനെ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിനും നേക്കുമുള്ള പതക്കത്തിനുമായി വരുമാനിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാത്ത നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനം ഞങ്ങളുടെ കർത്താവും ദൈവമേ നേക്ക് തിരുസന്മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്താടത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ കർത്താവേ ശുമിശിയാണ് തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന ആരാധനക്കാടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ ശുമിശിയുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേൽ കൈക്കൊള്ളുന്നവരുടെ മേൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമറി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്താടത്തിൽ മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ കർത്താവേ ശുമിശിയുടെ തിരുശക്തങ്ങൾ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടും. കർത്താവായ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ശുഭോലേക്കുമോ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ തിരുരക്തവും ഞങ്ങൾക്ക് ആർക്ക് കുറ്റത്തിനും ശിക്ഷാവിധിക്കുമായി ഭവിക്കരുതേ, എന്നാലോ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം നീ ചൊരിയണമേ. മുഴുവനും നിന്നെ മുഴുവൻ വന്ദിക്കും. സകല നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനും അവിടെ പ്രത്യാശയും നീയാകൊണ്ട് ഞങ്ങളോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ട ശേഷം തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണങ്ങുന്നു. മനുഷ്യവർഗത്തിന് രക്ഷയ്ക്കായിട്ട് സ്വർഗം ചാച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകരായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധയുടെ കൂടെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹോശോ വബകുൽ സുബ്ഹാനൽ മിൻ അലിവു നിറഞ്ഞ ബലവാനേ, അനുഗ്രഹമെങ്ങൾ കേകണമേ. നല്ല പ്രയോജനമുള്ളവരായി നടത്തിയിടണമേ. ആടിയാരേ
കർത്താവേ കരുണാകരനേ, ഞങ്ങളിൽ നീ കൃപ ചൊരിയണമേ. കുറവ് വരാത്തോ അഭിവൃദ്ധി ഞങ്ങൾക്ക് എപ്പോഴും ഏകേണമേ. സഹോദരം പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോട് അനുഗ്രഹങ്ങളോടുകൂടി വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്ക് അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ വരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പാർക്കാം. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നതുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപികളുമാടിയാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയെ സഹായിപ്പാൻ നിങ്ങൾ ആനന്ദിച്ച് സന്തോഷിച്ച് സമാധാനത്താലേ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ക്രിസ്തേശുവിൻ കുരിശാൽ